2005-ൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന മലയാള ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയ നടിയാണ് മംത മോഹൻദാസ്. അന്ന് സൈജു കുറുപ്പിന്റെ നായികയായി എത്തിയ താരം വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു. നാടൻ ലുക്കിലും സ്റ്റൈലിഷ് ലുക്കിലും അഭിനേത്രിയായി മാറിയ മംതയ്ക്ക് ഇന്ന് ലോകം മുഴുവനും നിരവധി ആരാധകരാണുള്ളത്. സിനിമയിൽ നിന്നും ഇടയ്ക്ക് ഇത്തിരി ഇടവേള എടുത്തെങ്കിലും പിന്നീട് ശക്തമായ തിരിച്ചുവരവാണ് മംത മോഹൻദാസ് നടത്തിയത്. സിനിമാ ജീവിതത്തിൽ തിളങ്ങിയ താരത്തിന് പക്ഷേ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തിളങ്ങുവാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. വിവാഹ ജീവിതം 1 വർഷം മാത്രമാണ് താരത്തിൻ്റെതായി നിലനിന്നത്. അതിനുശേഷം പിന്നീട് ഇരുവരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ തന്നെ പിരിയുകയായിരുന്നു. ഇതിനിടയിലാണ് താരത്തിനെ തേടി ക്യാൻസർ എന്ന മഹാരോഗം എത്തുന്നത്. 24 വയസ്സിൽ, അതായത് ഒരു സ്ത്രീയുടെ നല്ല പ്രായത്തിലാണ് മംതയ്ക്ക് ക്യാൻസർ ബാധിക്കുന്നത്. ഈ ക്യാൻസറിനെയും ശക്തമായി പോരാടി മുന്നോട്ടെത്തി ഇപ്പോൾ വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുന്ന താരം എല്ലാ പേർക്കും ഒരു പ്രചോദനം തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, തൻ്റെതായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താൻ ഭാഗ്യവതിയാണെന്ന് പലപ്പോഴും മംത പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ക്യാൻസർ ബാധിച്ച സമയത്ത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മോശം അനുഭവത്തെപ്പറ്റി താരം തന്നെ മുൻപ് പറഞ്ഞത് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയായിരുന്നു. 24 വയസ്സിലായിരുന്നു മംതയ്ക്ക് ആദ്യമായി അർബുദം പിടിപെട്ടത്. ഇതിനിടയിൽ ചികിത്സയുടെ ഭാഗമായി പലയിടത്തും പോകേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്താണ് ചെന്നൈയിലെ പ്രശസ്തമായ ആശുപത്രിയിൽ മംതയെ പ്രവേശിപ്പിക്കുന്നത്. ട്രാൻസ്പ്ലാന്റിന്റെ ഭാഗമായി തുടയിൽ ചെറിയൊരു ശസ്ത്രക്രിയ വേണ്ടി വന്നു. മംതയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചു. ചെറുപ്പക്കാരായ 3 ഡോക്ടർമാരും ഒരു നഴ്സും മാത്രമായിരുന്നു അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. തുടയിലെ ശസ്ത്രക്രിയ ആയതിനാൽ തുടയിലെ വസ്ത്രം മാത്രം മാറ്റി ശസ്ത്രക്രിയ ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്നാൽ അവർ മംതയെ പൂർണ്ണമായും നഗ്നയാക്കി മാറ്റി. അവരുടെ ഉദ്ദേശം തെറ്റാണെന്ന് തൻ്റെ മനസ്സ് അപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു എന്നായിരുന്നു മംത പറഞ്ഞത്. എന്നാൽ അവരുടെ പരസ്പരമുള്ള നോട്ടവും സംഭാഷണവുമൊക്കെ മംതയെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. പക്ഷേ അനസ്തേഷ്യയുടെ തളർച്ചയിൽ മംതയ്ക്ക് ഒന്നും തിരിച്ചു പറയുവാനോ പ്രതികരിക്കാനോ കഴിയുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ അനുഭവിച്ച വേദന തനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ലെന്നും മംത തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മംത അനുഭവിച്ച വേദന എന്താണെന്ന് നമുക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. ക്യാൻസർ ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇത്. അതും ദൈവത്തെ പോലെ കരുതി നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. ആ സംഭവം ഏൽപ്പിച്ച ആഘാതം എത്ര വലുതായിരിക്കുമെന്നും നമുക്ക് ഊഹിക്കാം. പിന്നീട് ഇക്കാര്യം ചോദിച്ചെങ്കിലും ഇത് ശസ്ത്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും മംത വ്യക്തമാക്കുന്നുണ്ട്. ഒരു അഭിമുഖത്തിലായിരുന്നു മംത മുൻപ് തൻ്റെ ഈ അനുഭവം വ്യക്തമാക്കിയത്. ക്യാൻസർ എന്ന ഭീകരനെ ധൈര്യം കൊണ്ട് തോൽപ്പിച്ച് മുന്നേറിയ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അക്കൂട്ടത്തിൽ മംത മോഹൻദാസ് നമ്മൾ സ്ത്രീകൾക്ക് ഒരു വലിയ പ്രചോദനം തന്നെയാണ്. സിനിമയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും താരം വളരെ സജീവമാണ്. തൻ്റെ പുതിയ പുതിയ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ മംത എപ്പോഴും ആരാധകർക്ക് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട്. മംതയുടെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ടാകും. അതുപോലെ തന്നെ ഇടുന്ന ക്യാപ്ഷനുകളിലും ഓരോ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഈ ഇടയ്ക്ക് മംത പങ്കുവച്ച ചില ചിത്രങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഇതിൻ്റെ ക്യാപ്ഷനുകളാണ് ചിത്രങ്ങളെക്കാൾ ശ്രദ്ധ നേടിയത്. ഇത് പറക്കാനുള്ള സമയമാണ്, മരിക്കാൻ സമയമില്ല, ഉയർന്നു നിൽക്കാനും എഴുന്നേൽക്കാനുമുള്ള സമയമാണ് എന്നിങ്ങനെയാണ് ഓരോ ചിത്രങ്ങൾക്കും ക്യാപ്ഷനായി മംത നൽകിയിരിക്കുന്നത്. ഈ ചിത്രങ്ങളും ഇതിൻ്റെ ക്യാപ്ഷനുകളും ഓരോരുത്തർക്കും എപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള പോസിറ്റീവ് എനർജി നൽകുന്നത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വന്നതിനെക്കുറിച്ച് മംത മോഹൻദാസ് പറഞ്ഞിരുന്നു.